നെടുമങ്ങാട് ജില്ലാ ആശുപത്രി എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം ജില്ലയുടെ കിഴക്കൻ മേഖലയിലുള്ള സാധാരണക്കാരായ ബഹുഭൂരിപക്ഷം ജനങ്ങളും ആശ്രയിക്കുന്ന ആശുപത്രിയാണ്. അവിടെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി അവിടെ നിന്ന് വരുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ല. അവിടെ ബിന്ദു എന്ന് പറയുന്ന ഒരു ഡോക്ടർ, ഗൈനക്കോളജിസ്റ്റ്, ഒരു യുവതിക്ക് ഗർഭാനന്തരം ചെയ്യേണ്ട ഒരു ശസ്ത്രക്രിയയിൽ പിഴവ് പറ്റി അവരുടെ മലദ്വാരത്തിൽ 2 ഇഞ്ച് മുറിവ് ഉണ്ടാവുകയും അവരുടെ മൂത്രനാളിയിലൂടെ യോനിയിലൂടെ മലമൂത്ര വിസർജനം നടത്തേണ്ട ദുർഗതി ഉണ്ടാവുകയും ചെയ്തു. അവരിപ്പോ ഈ മലമൂത്ര വിസർജനത്തിന് പ്ലാസ്റ്റിക് ബാഗും കയ്യിൽ പിടിച്ചാണ് നടക്കുന്നത്. ഒരു യുവതി അക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകി. അതിന്റെ തെളിവെടുപ്പൊക്കെ നടക്കുകയാണ്. അപ്പോഴത്തെ രഞ്ജന എന്ന് പറയുന്ന ഒരു ആദിവാസി യുവതി, 36 വയസ്സുള്ള ആദിവാസി യുവതി, കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ സ്കാനിംഗ് റിപ്പോർട്ട് കാണിക്കാൻ എത്തിയതാണ്. അപ്പോഴേക്കും ഈ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ പിടിച്ച് അഡ്മിറ്റ് ചെയ്തു. എന്നിട്ട് പുലർച്ചയോടെ അഡ്മിറ്റ് ആക്കിയിട്ട് പറഞ്ഞു ഇവർക്ക് ഉച്ചയ്ക്ക് 2 മണിയായപ്പോൾ സിസേറിയൻ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ആശുപത്രിയിൽ നിന്ന് തിടുക്കത്തിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതാണ് നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ കണ്ടത്. പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് കുട്ടി മരിച്ചുപോയി. കുട്ടിയുടെ തല വലുതായിരുന്നു, അതുകൊണ്ട് പ്രസവത്തിന്റെ കുട്ടി മരിച്ചുപോയി എന്നാണ് ഡോക്ടർ നൽകിയ വിശദീകരണം. ഡോക്ടറെ പോലീസ് ആദ്യം പിടികൂടി. പിന്നീട് ആരോഗ്യ വകുപ്പ് DHS, അതായത് ആരോഗ്യവകുപ്പ് ഡയറക്ടർ നേരിട്ട് സ്ഥലത്തെത്തി. അതിനുശേഷം അവരെ നിർബന്ധിത അവധിക്ക് പ്രവേശിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പ്രവേശിപ്പിച്ചു എന്നാണ് ഇപ്പോൾ അറിയുന്നത്. ഏതായാലും ഈ ആശുപത്രികളിൽ എത്തുന്ന സാധാരണക്കാരുടെ വിശ്വാസത്തിന് കോട്ടം തട്ടുന്ന രീതിയിലാണ് നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ നിന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. ഇക്കാര്യത്തിൽ ആരോഗ്യവകുപ്പ് ഈ റിപ്പോർട്ട് തേടി ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് 1000 റിപ്പോർട്ടെങ്കിലും, 1000-ലധികം എങ്കിലും, ഒരു ദിവസം 2 എന്ന കണക്കിൽ കൂട്ടിയാൽ പോലും വളരെയധികം റിപ്പോർട്ടുകൾ തേടിയ വകുപ്പാണ് ആരോഗ്യവകുപ്പ്. ആരോഗ്യവകുപ്പ് ഈ റിപ്പോർട്ടുകൾ തേടി അതിനെ ചുവപ്പ് നാടയിൽ കൊടുക്കാതെ ഉചിതമായ നടപടി എടുക്കണം എന്നാണ് ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ, സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്ന എന്നെ പോലെയൊക്കെയുള്ള സാധാരണ മനുഷ്യന്മാരുടെ ആഗ്രഹം. ഈ സർക്കാർ ആശുപത്രികൾ കാര്യക്ഷമമാകണമെങ്കിൽ റിപ്പോർട്ടുകൾ തേടലല്ല, ഇങ്ങനെ കുറ്റകരമായ അനാസ്ഥ ഉണ്ടാക്കുന്ന ഡോക്ടർമാർക്കെതിരെ കടുത്ത ശിക്ഷാ നടപടിയും വകുപ്പ് തലത്തിലും അതുപോലെ നീതിന്യായ പീഠങ്ങളിൽ നിന്നുമൊക്കെ വാങ്ങിക്കൊടുക്കാനും ആരോഗ്യവകുപ്പ് ഉത്തരവാദിത്തം കാണിക്കണം. അല്ലെങ്കിൽ നിർധനരായ രോഗികൾ അവിടെ ചെല്ലുമ്പോൾ ശസ്ത്രക്രിയക്ക് അബദ്ധം പറ്റുന്നു, ഗർഭസ്ഥ ശിശു മരിക്കുന്നു. ഇമാതിരിയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കനത്ത ശിക്ഷ തന്നെ ഇങ്ങനെയുള്ള അനാസ്ഥ വരുത്തി വയ്ക്കുന്ന ഡോക്ടർമാർക്ക് നൽകേണ്ടതെന്നാണ് പൊതുജന അഭിപ്രായം എന്നാണ് കഴിഞ്ഞ ദിവസം നടന്ന പ്രതിഷേധങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്.